മൈ പോസിറ്റീവ് വൈബ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്നോ, നമ്മുടെ പെറ്റൂണിയ ചെറിയ തൈകളെയെല്ലാം സീഡ്ലിംഗ് ട്രേയിലേക്ക് പറിച്ചു മാറ്റി നടുന്ന പരിപാടിയാണ്. ഇത് ചെയ്യണമെങ്കിൽ ഒരു കാര്യം നമുക്ക് വേണം, ക്ഷമ. കാരണം ഈ ഒരു കുഞ്ഞു തൈകൾ അത്യാവശ്യം നല്ലൊരു ക്ഷമയുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ ഒരു ചെറിയ ഓരോ ട്രേയിലേക്ക് നമുക്ക് പറിച്ചു മാറ്റി നടാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ വേരുകൾ പൊട്ടാതെ നമ്മൾ പറിച്ചു മാറ്റി നടണം. അതിന് ഇച്ചിരി സമയവും വേണം, ക്ഷമയും അത്യാവശ്യമാണ്. പിന്നെ ഇത് ഈ ഒരു പാകത്തിൽ ആയ തൈകളാണ് നമ്മൾ സീഡ്ലിംഗ് ട്രേയിലേക്ക് പറിച്ച് മാറ്റി നടുന്നത്. സീഡ്ലിംഗ് ട്രേയിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ചകിരിച്ചോറും മണ്ണുമാണ്. നല്ല സോഫ്റ്റായിട്ടുള്ള കല്ലൊന്നും ഇല്ലാത്ത മണ്ണുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. കാരണം ചെറിയ പെറ്റൂണിയയുടെ തൈകൾക്ക് വേരുകൾക്കൊക്കെ വളരെ സെൻസിറ്റീവാണ്. അപ്പം അവർക്ക് വേരുകൾ പെട്ടെന്ന് മണ്ണിൽ കൂടെ പോകണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന പോട്ടിംഗ് മിക്സും ആ രീതിയിലായിരിക്കണം. അപ്പോൾ ഇന്നത്തെ പരിപാടി ഇതൊക്കെയാണ്. നമ്മൾ കുറച്ചൊക്കെ ഭാഗത്തേക്ക് പറിച്ച് നട്ടിട്ടുണ്ട്. ഓരോന്നായിട്ടാണ് നമ്മൾ പറിച്ച് മാറ്റി നട്ടിരിക്കുന്നത്. ഇത് മൂന്നാമത്തെ ബാച്ചാണ് കേട്ടോ. രണ്ടാമത്തെ ബാച്ച് അത്യാവശ്യം വളർന്നു വന്നിട്ടുണ്ട്. അത് സെയിൽ പാകത്തിനായിട്ടുണ്ട്. ഇതിന് നമ്മൾ ഇതിൽ വെച്ച് വളർത്തിയെടുത്ത് അത്യാവശ്യം വലിയ തൈ ആകുമ്പോൾ വീണ്ടും നമ്മൾ നമ്മുടെ നഴ്സറി കവറിലേക്ക് പറിച്ച് മാറ്റി നട്ട് അങ്ങനെയാണ് പ്ലാന്റ്സുകളെ നമ്മൾ ഗ്രോ ചെയ്ത് എടുപ്പിക്കുന്നത്. ഇത് ഇച്ചിരിയും കൂടി ഒരു എന്താ പറയണേ, കുറച്ചും കൂടെ ഒരു വലിയ രീതിയിലേക്ക് ചെയ്യണം എന്നുണ്ട്. നമ്മുടെ ഈ ഹോം ഗാർഡനൊക്കെ നടത്തുന്നവർക്ക് നമുക്ക് കൊടുക്കത്തക്ക രീതിയിൽ പ്ലാന്റ്സ് ക്വാണ്ടിറ്റി കൂട്ടി കൊടുക്കണം എന്നൊക്കെ ഉള്ളൊരാഗ്രഹം എനിക്കുണ്ട്. പലരും വിളിച്ച് ചോദിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ കൊടുക്കാൻ ഇതുണ്ടോയെന്ന്. അപ്പം അതിലേക്കൊക്കെ പതുക്കെ പടിപടിയായിട്ടാണ് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഏതായാലും തീർച്ചയായിട്ടും നമ്മുടെ ചാനലിലൂടെ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പതിയെ ചെയ്യുന്നതാണ്. അപ്പോൾ പെറ്റൂണിയയ്ക്ക് ഇഷ്ടമുള്ള ആൾക്കാരും പെറ്റൂണിയ മേടിക്കാൻ താല്പര്യമുള്ളവരും പിന്നെ ചെടികളെയും പൂക്കളെയും ഇഷ്ടപ്പെടുന്നവരെല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ ഇത്രയും സപ്പോർട്ട് കൊണ്ടാണ് നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ചെയ്യാനുള്ള ഒരു ആത്മവിശ്വാസവും ഒക്കെ ഉണ്ടായത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇനിയും വേണം. ഇനി ഈ ഒരു സീഡ്ലിംഗ് ട്രേയിൽ ഫുള്ള് പറിച്ച് മാറ്റി നട്ടതിന് ശേഷം കാണിക്കാം. ഇത് മാത്രമല്ല, ഇനിയും നമ്മൾ പറിച്ച് മാറ്റി നടാനുണ്ട്. അപ്പം ഇന്ന് 2 ട്രേയിലേക്ക് നമുക്ക് പറിച്ച് മാറ്റി നടാമെന്നാണ് വിചാരിക്കുന്നത്. അത്യാവശ്യം ചെറിയ പിന്നെ കുഴിയുള്ള ട്രേ ആണിത്. മണ്ണും അത്യാവശ്യം കൊള്ളും. അപ്പോൾ അതുകൊണ്ട് ഈ ഇത്തരത്തിലുള്ള ട്രേകൾക്ക് ഒരുപാട് ഹോൾസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നമുക്ക് ഒരു ട്രേയിൽ അത്യാവശ്യം പ്ലാന്റുകളെ സെറ്റ് ചെയ്യാവുന്ന തരത്തിലാണ് നമ്മൾ ട്രേ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം പറിച്ച് മാറ്റി നട്ടിട്ട് എങ്ങനെയുണ്ടെന്ന് കാണിക്കാം. നമ്മളെല്ലാം കുറേ സമയം കൊണ്ട് നമ്മൾ ഓരോന്ന് പറിച്ച് മാറ്റി നട്ടു കൊടുത്തിട്ടുണ്ട്. ഇതിൽ കുഞ്ഞു പ്ലാന്റ്സുകളൊക്കെ ഉണ്ടായിരുന്നു. ആദ്യം ഉള്ളതൊക്കെ വലിയ പ്ലാന്റുകളായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്കൊക്കെ വളർച്ചയില്ലാത്ത പ്ലാന്റുകളൊക്കെ, അതായത് കുഞ്ഞു പ്ലാന്റുകളൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പം ഏതൊരു സീഡ് നമ്മളിട്ടാലും കുറേ സീഡുകൾ ഒന്നിച്ച് കൂടി നിൽക്കുമ്പോൾ ചില പ്ലാന്റുകളൊക്കെ വലിപ്പം വെച്ച് വരും. ആ വലിപ്പം വെച്ച പ്ലാന്റുകളെല്ലാം മാറ്റി നമ്മൾ കൊടുത്തു കഴിയുമ്പോഴാണ് ഇടയ്ക്കുള്ള പ്ലാന്റുകളെല്ലാം നന്നായിട്ട് വരുന്നത്. അപ്പം നമ്മളത് അവിടെ തന്നെ നിർത്താണ്ട് അതും ഈ ട്രേയിലേക്ക് പറിച്ച് മാറ്റി നട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് വളർച്ചയ്ക്കൊക്കെ വളരെ നല്ലതാണ്. പിന്നെ കുറേ പ്ലാന്റ്സുകളൊക്കെ നമ്മളിങ്ങനെ ചെറിയ കവറിലും നട്ടു കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിലും ഏറ്റവും നല്ല ബെറ്റർ ഇതിലേക്ക് തന്നെ പറിച്ച് മാറ്റി നടുന്നതാണ്. കാരണം ഇതിൽ അത്യാവശ്യം നല്ല മണ്ണ് വരുന്നുണ്ട്. അപ്പം അത് കുഞ്ഞി പ്ലാന്റ് ആയതിൻ്റെ പേരിൽ അതിനെ വളർന്നു വരാനൊക്കെ ഒരു സ്ലോ കാണിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ സീഡ്ലിംഗ് ട്രേയിലാണെങ്കിൽ പെട്ടെന്ന് തന്നെ ശകലം മണ്ണേ ഉള്ളൂ. പിന്നെ അതിൻ്റേതായ വളർച്ചയ്ക്ക് ഉള്ള ഒരു ഇതാണ് അവിടെ കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ പ്ലാന്റുകൾ മെച്ചുവേർഡായിട്ട് വരും. നമുക്ക് ഈ ഒരു കവറിലേക്ക് പറിച്ച് മാറ്റി വെക്കത്തക്ക വിധം പ്ലാന്റുകൾ വളർന്നു കിട്ടുന്നതാണേ. ഇതിലെ വിശേഷങ്ങളൊക്കെ ചെറിയ വീഡിയോസായിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ സീഡ്ലിംഗ് പറിച്ച് ഏതൊരു ചെടിയുടെയും സീഡ്ലിംഗ് നമ്മൾ പറിച്ച് വെക്കുമ്പോൾ വൈകുന്നേര സമയങ്ങളിൽ പറിച്ച് വെക്കുന്നതാണ് നല്ലത്. വൈകുന്നേര സമയത്താണ് ഞാനിത് പറിച്ച് മാറ്റി നട്ടിട്ടുള്ളത്. പക്ഷേ അപ്ലോഡ് ചെയ്യുന്നത് രാവിലെയാണെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം എല്ലാവരും
ഏത് ചെടികളാണെങ്കിലും സീഡിട്ട് മുളപ്പിച്ച തൈകൾ പറിച്ച് മാറ്റാൻ വെക്കാൻ അനുയോജ്യമായിട്ടുള്ളൊരു സമയം വൈകുന്നേരം തന്നെയാണ്. അപ്പം അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഇതിൻ്റെ വളവും കാര്യങ്ങളൊക്കെ തുടർന്നുള്ള വീഡിയോസിൽ ഞാൻ കാണിക്കാം. അപ്പം നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും ഇതിൻ്റെ ഗ്രോത്തൊക്കെ എങ്ങനെയാണ് വരുന്നതെന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഷെയർ ചെയ്യാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരൊക്കെ ഹോം ഗാർഡനൊക്കെ നടത്തുന്നവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർ ഹോം ഗാർഡനൊക്കെ നടത്തുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതിൻ്റെ വീഡിയോസൊക്കെ ഇടുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അത് ഉപകാരപ്പെടും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഭാവിയിലേക്ക് കൂടുതൽ ക്വാണ്ടിറ്റി പ്ലാന്റുകൾ ചെയ്ത് അങ്ങനെ സെല്ല് ചെയ്യാനായിട്ടുള്ളൊരു ഒരാഗ്രഹമുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് ആയി വരുമ്പോഴത്തേക്കും നമ്മൾ ആ ഒരു രീതിയിലേക്കൊക്കെ ഈ ഒരു ഇത് വലുതാക്കി കൊണ്ടുവരാൻ ശ്രമിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരെ ബായ്.